ഷാഫി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു വെള്ള തൂവാലയോ മറ്റോ ആയിട്ട് വരുന്നു. അത് നോക്കുമ്പോൾ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് അതിനകത്ത് ചുവന്ന എന്തോ കാര്യമുണ്ട്, മുഖത്തേക്കാക്കുന്നു. അപ്പോൾ പിന്നെ അതിനകത്ത് ചുവന്ന നിറമൊക്കെ കാണുന്നു. ഇതാണ് സംഭവിച്ചത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ എസ് കെ സജീഷ്, എന്തുകൊണ്ട് ഷാഫി ഷോ ആകുന്നു ഇത് എന്നാണ് CPM വിചാരിക്കുന്നത്? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. അതായത് ഇത് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ദൃശ്യം 2-ന്റെ അല്ലെങ്കിൽ അടുത്ത വേർഷന്റെ ടീസറാണ് പേരാമ്പ്രയിൽ ഷാഫി ഇന്നലെ റിലീസ് ചെയ്തത്. ജനങ്ങളുടെ ഇടയിലേക്ക് കടക്കാൻ വേണ്ടി കഴിയാത്ത അല്ലെങ്കിൽ ഷാഫിയുമായുള്ള കൂട്ടുകെട്ട് വീണ്ടും ഒരു പുതിയ കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന് ഷാഫിയുടെ ആ കൂട്ടുകെട്ടിലേക്ക് വീണ്ടും ചേരാനുള്ള അവസരമുണ്ടാക്കി. ഈ അവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് ഷാഫിക്കുണ്ടായിരുന്നത്. മനസ്സിലാക്കി കളഞ്ഞ സിൽവർ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ അവിടെ പരാജയപ്പെട്ടപ്പോൾ അതിന്റെ ഭാഗമായി ആക്രമണം ഉണ്ടാക്കാൻ കുറേ ദിവസമായി പ്രശ്നം തുടങ്ങുന്നു. ഞങ്ങൾ പിന്മാറി നിൽക്കുന്ന കുറേ ദിവസമായിട്ട് ഇവിടെ മാത്രമല്ല പിന്മാറി നിൽക്കുകയായിരുന്നു. അങ്ങോട്ട് പോയാലല്ലേ പ്രശ്നം ഉണ്ടാവും. അങ്ങോട്ട് പോയില്ല. SFIക്കാർ മാറി നിന്നുകൂടും. പിറ്റേ ദിവസമാണ് ഈ വിഷയം തീരാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യത്തിന്റെ ഭാഗമായി, ഷാഫിയുടെ താല്പര്യത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതൊക്കെ ഉണ്ട്. ഷാഫി വന്നു എന്നറിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഒന്നുകൂടി ഇടപെട്ടു. എന്തിനാണ്? ഷാഫി ഷോ കാണിക്കും, കല്ലും മറ്റും എടുത്ത് സ്വന്തം നെഞ്ച് കുത്തിയാൽ നമ്മളാണ് എറിഞ്ഞതെന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റിയുള്ള ഒരാൾ പോലും ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ആളുകളെയും മാറ്റി. അതിനുശേഷം ഷാഫിയുടെ ഷോ ആരംഭിച്ചു. പോലീസുമായി പ്രശ്നം വീണ്ടും ആരംഭിച്ചു. പോലീസുമായി ഉന്തും തള്ള ആരംഭിച്ചു. എന്നിട്ട് ഷാഫി പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഷാഫി അവിടെ നിൽക്കുന്നു, ഷാഫി സംസാരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. ഷാഫി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു വെള്ള തൂവാലയോ മറ്റോ ആയിട്ട് വരുന്നു. അത് നോക്കുമ്പോൾ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് അതിനകത്ത് ചുവന്ന എന്തോ കാര്യമുണ്ട്, മുഖത്തേക്കാക്കുന്നു. അപ്പോൾ പിന്നെ അതിനകത്ത് ചുവന്ന നിറമൊക്കെ കാണുന്നു. ഇതാണ് സംഭവിച്ചത്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കേ. നമ്മൾ കാണേണ്ടത് പേരാമ്പ്ര എത്ര ഹോസ്പിറ്റലുകളുണ്ട്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ സമീപിച്ചോ? അവിടെ എവിടെയെങ്കിലും പോയി ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറായോ? ഇല്ല. മറ്റു പരിക്ക് പറ്റിയവരെല്ലാവരും പോയല്ലോ. ഇത് അവിടുന്ന് നേരെ 50 കിലോമീറ്റർ അപ്പുറമുള്ള കോഴിക്കോട് നഗരത്തിലേക്ക് പോയി. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഇതൊക്കെ സംശയം സൃഷ്ടിക്കുന്നതാണ്. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? കുറെ നാളായി ഈ ഷോ കാണിച്ചു. ഷാഫി പറമ്പിൽ MP ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടിക്കുന്ന ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സജീഷ്, 2 വട്ടം തലക്കടിക്കുന്ന ദൃശ്യങ്ങളുണ്ട്, കണ്ടിരുന്നോ? ഇല്ലേ, ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതൃത്വം അവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്തിനാണ് നേതൃത്വം കൊടുക്കേണ്ടത്? നമ്മൾ 3 മണിക്കൂറായി ഇവിടെ ഇങ്ങനെ ഒരു തമ്പടിച്ച് നിൽക്കുകയാണ്. രാത്രി വൈകി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് പിരിഞ്ഞു പോകാം. മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഷാഫി പറമ്പിൽ വരുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാനല്ലോ, പിരിച്ചുവിടാൻ പോകാനല്ലോ. നേരെ മറിച്ച് അവിടെ വന്ന ഒരു മോബിനെ വീണ്ടും അക്രമാസക്തരാക്കി മാറ്റി എല്ലാവരെയും ആക്രമിക്കാൻ വേണ്ടി തള്ളിവിടുന്നയാളാണോ ഒരു ലീഡർഷിപ്പ്? അതാണോ ഒരു MP-ക്ക് ചേർന്ന പണി? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. ഇപ്പുറത്ത് ഷാഫിക്ക് രാഷ്ട്രീയ പ്രവർത്തനം അറിയില്ലെങ്കിൽ തൊട്ടിപ്പുറത്തൊരു കാര്യം നടക്കുന്നുണ്ടല്ലോ, അത് ഷാഫി കാണണ്ടേ? ഈ പോലീസിന്റെ ഇപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ മുഴുവൻ വളരെ കൃത്യമായി അവിടെ സംഘടിച്ച മുഴുവൻ ആളുകളെയും മാറ്റി ഒരു സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആ പ്രവർത്തനം കാണേണ്ടതല്ലേ? ആ പ്രവർത്തനം കാണണമല്ലോ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടി കിട്ടി രക്തമൊലിക്കുന്ന ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു എങ്ങനെയാണ് അത് ഷോ എന്ന് വിധി എഴുതുക? നിങ്ങൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലും അത് അംഗീകരിക്കാനുള്ള മനസ്സിലാത്തത് കൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. തനിക്കൊരു പരിക്ക് പറ്റണം എന്ന ആഗ്രഹമുണ്ടായി. ആ പരിക്ക് ആരിൽ നിന്ന് പറ്റാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നത് ഇപ്പുറത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന്റെ പ്രവർത്തകരിൽ നിന്ന് ആക്രമിച്ചു എന്ന പരിക്കായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ വന്നപ്പോൾ അവർ മാറി നിന്നപ്പോൾ പിന്നെ അവിടെ സ്പേസ് ഇല്ലാതായി മാറി. പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഷാഫി പറമ്പിൽ എന്താ ചെയ്യേണ്ടത്? തനിക്കൊരു പരിക്ക് പറ്റിയാലും അത് മറ്റുള്ളവരെ കാണിക്കാതെ സമൂഹത്തിന് പരിക്ക് പറ്റാതെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ട് ഷാഫി
ഷാഫി ആയതുകൊണ്ട് സംശയിക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. കെ ശൈലജയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ആ അരിശത്തിന്റെ കാരണം എന്നും പറയുന്നു. ഈ ഷാഫി ആയതുകൊണ്ട് സംശയിക്കാൻ കെ ശൈലജയെ തോൽപ്പിച്ചാണോ പ്രശ്നം? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. മെഡിക്കൽ റിപ്പോർട്ട് നുണയാണോ? മെഡിക്കൽ റിപ്പോർട്ടിൽ അയാളുടെ മൂക്കിന്റെ ഇടതുവശത്തെയും വലതുവശത്തെയും എല്ല് പൊട്ടി, ഒരു വശത്തെ എല്ല് പൊട്ടുകയും ഡിസ്പ്ലേസ് ആവുകയും ചെയ്തു, അതിന് സ്ഥാനം മാറിപ്പോവുകയും ചെയ്തു എന്ന് എഴുതി വെച്ച മെഡിക്കൽ റിപ്പോർട്ട് അത് നുണയാണ് എന്ന് CPM വിചാരിക്കുന്നുണ്ടോ? നുണയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്കിപ്പോ താങ്കൾ ചർച്ച ചെയ്യുമ്പോൾ മോഹൻലാലിനും അതുപോലെ തന്നെ ശ്രീ കുതിരവട്ടം പപ്പുവും ഒരുമിച്ചൊരു കാറിൽ സഞ്ചരിക്കുമ്പോൾ പോലീസ് കൈകാട്ടുന്നതും അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ മുന്നോട്ട് പോകുന്ന ഒരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്. അത്ര ഓർമ്മയുള്ളൂ. ഇപ്പോൾ ശ്രീ SK സജീഷ് പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു സിനിമയുടെ ദൃശ്യമാണ് ഓർമ്മ വരുന്നത്. അതും കുതിരവട്ടം പപ്പു പറയുന്നതാണ്. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന്, അപ്പം ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും പറയുന്ന ഒരു സീനുണ്ട്. അതിലെ വാക്കുകൾ പോലെയാണ് SK സജീഷ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഷാഫി പറമ്പിലിൻ്റെ ഷോയെക്കുറിച്ച് ഇവിടെ കുറേ നേരമായി ശ്രീ SK സജീഷ് പറയുന്നുണ്ട്. ശ്രീ SK സജീഷ്, ഷാഫി ഒരു ചെറിയ ഷോ കാണിച്ചപ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും പോപ്പുലർ ആയിരുന്ന കേരളത്തിലെ ഇടതുപക്ഷ നേതാവ് ശ്രീമതി KK ശൈലജ 1,14,000 വോട്ടിന് തോറ്റ് വീട്ടിലിരിക്കേണ്ടി വന്നത്. ഇപ്പൊ ആദ്യം പറഞ്ഞത് എന്താ? ആദ്യം CPM പറഞ്ഞത് ഷാഫിക്ക് അടി ഏറ്റിട്ടില്ല, അങ്ങനെ ഒരു ലാത്തി ചാർജ് നടത്തിയിട്ടില്ല. ഇത് തന്നെയാണ് CPM ഉദ്യോഗസ്ഥനായ റൂറൽ SP ബൈജുവും പറഞ്ഞത്, ഷാഫിക്ക് അടി ഏറ്റിട്ടില്ല എന്നാണ്. അതിന് കാരണമായാണ് ഇപ്പോൾ ശ്രീ SK സജീഷ് ആദ്യം പറഞ്ഞ മഷിക്കുപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഷാഫിക്ക് അടിയേറ്റു എന്നുള്ള ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ SK സജീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് തലയ്ക്കാണ് അടിയേറ്റത്, പിന്നെ എങ്ങനെയാണ് മൂക്കിന് പരിക്കേറ്റതെന്ന് ചോദിച്ചു. അങ്ങനെ മൂക്കിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട ഒരു സർജറി നടത്തുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു സർജറി നടത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങനെ മൂക്കിന് അടിയേറ്റിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഷാഫി പറമ്പിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്ന് ചോദിച്ചു. ഞാനൊന്നും കേട്ടില്ല. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ കോഴിക്കോട്ടെ CPM തള്ളി പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊന്നും നാളെ ഒരു അസുഖം വന്നാൽ ആ ആശുപത്രിയിലോട്ട് കയറാൻ പറ്റില്ല. അടി കിട്ടിയത് ശരിയാണോ നുണയാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ സജീഷ് പറഞ്ഞത് ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ? ഷാഫി പറമ്പിലിന്റെ കയ്യിലെ എല്ലുകളൊക്കെ വല്ല ഉരുക്കും കൊണ്ടുണ്ടാക്കിയതാണ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അതിന് ഷാഫിയെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കാലം എത്രയായി? ഷാഫിക്കെതിരെ ഇവിടെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം കൊണ്ടുവന്നു. ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആരാ ഉണ്ടാക്കിയത് എന്നുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് വന്നതല്ലേ? ആരാണ് ഇത് ആദ്യം ഇട്ടത് എന്നുള്ളത് കേരളത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ റിപ്പോർട്ട് തന്നെ വന്നതല്ലേ? അത് DYFI ആയിരുന്നു എന്നുള്ള നമ്മൾ വ്യക്തമായതല്ലേ? എന്താ ഉറക്കം വരുന്നു. ജനപ്രതിനിധികൾ ഇറങ്ങി നിന്ന് ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കുന്ന സമാധാന ശ്രമത്തെ കുറിച്ചൊക്കെയാണ് CPM സജീഷ് പറയുന്നത്. CP ചന്ദ്രശേഖർ കേസിലെ പ്രതികളെ ഇന്നും പൂവിട്ട് പൂജിച്ച് അവർക്ക് ആവശ്യാനുസരണം എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന CPM ആണ് പേരാമ്പ്രയിൽ നിന്നുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാകുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനത അതൊക്കെ പുച്ഛിച്ചു തള്ളും എന്ന് സജീഷ് മനസ്സിലാക്കണം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പിന്നെ അദ്ദേഹം പറയാണ് ശ്രീ പ്രമോദ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തല്ലുകൊണ്ടുവന്നൊക്കെ. ഈ കേരളത്തിൽ ഇത്രയും ദൃശ്യമാധ്യമങ്ങളും ഈ കേരളത്തിലെ എല്ലാ CPM-കാരുടെ കയ്യിൽ ഒരു ഐഫോണും ഒരു സാംസങ്ങും ഇരിക്കുന്ന നല്ല ക്യാമറ ഫോണും ഉള്ളപ്പോൾ ഈ പ്രമോദിന് തല്ലുകൊള്ളുന്നതോ തല്ലാൻ പോകുന്നതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദൃശ്യം കേരളത്തിൽ ഇന്നേ വരെ പ്രചരിച്ചിട്ടുണ്ടോ? എല്ലാം കയ്യിൽ നിന്ന് പോവാ. അത് CPM പോലെ ഇത്ര വലിയ സൈബർ ഹാൻഡിലുകളുള്ള ഒരു കാലഘട്ടത്തിൽ CPM-ന് ഇത്ര സൈബർ ഹാൻഡിലുകൾ ഉണ്ടായിട്ട് ഈ പ്രമോദിനെ തല്ലുന്ന ഒരു ദൃശ്യം വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.